അവസാനമില്ലാതെ തുടരുന്ന പോലീസ് ക്രൂരതയുടെ കാക്കിയമാന്മാരുടെ ധാർഷ്ട്യത്തിന്റെ വാർത്തയിലേക്കാണ്. ആദ്യം കൊല്ലത്തു നിന്നാണ് ആ വാർത്ത വരുന്നത്. 24 ബിഗ് ബ്രേക്കിംഗ്. കൊല്ലം കണനല്ലൂരിൽ 3 ദിവസം അനധികൃത കസ്റ്റഡിയിൽ വെച്ച വയോധികനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെന്റിലേറ്ററിൽ. നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെയാണ് കണനല്ലൂർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിന് പിന്നാലെ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ചെക്ക് കേസിൽ ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്ത KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരുന്നില്ല. കസ്റ്റഡിയിൽ നിന്ന് വിടാൻ 10 ലക്ഷം രൂപ പരാതിക്കാരന് നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടെന്നും പുന്നൂസിന്റെ സുഹൃത്തായ അഭിഭാഷകൻ സതീഷ് ആരോപിക്കുന്നു. ആദ്യം സതീഷിന്റെ പ്രതികരണത്തിൽ. ചെക്ക് നൽകി കബളിപ്പിച്ചു എന്നുള്ള ഒരു കേസിൽ ഇദ്ദേഹം പ്രതിയായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് 78 വയസ്സുള്ളതാണ്. 3 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറിയും കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം ഫയൽ ചെയ്തു. ഈ ജാമ്യം പെൻഡിങ്ങിലായിരിക്കെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 12 മണിക്ക് ഈ 78 വയസ്സുള്ള വന്ധ്യവയോധികനായ ഈ മനുഷ്യനെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ശനിയാഴ്ച 3 മണിക്കാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കിടക്കുന്നുവെന്ന്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പ്രതിക്ക് ഒരു ദിവസം ഭീമമായ ഒരു തുകയാണ് ചാർജായി വരുന്നത്. ഈ ചാർജ് ആര് കൊടുക്കും? സെൻട്രൽ ജംഗ്ഷനിലുള്ള ആനന്ദ് ഹോട്ടലിൽ വെച്ചാണ് കൊല്ലത്ത് നിന്ന് വന്നാണെന്ന് പറയുന്നത്. അവരൊന്നും ഐഡന്റിറ്റി ഒന്നും ആരെയും കാണിച്ചിട്ടില്ല. കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിൽ ഓൺ ദ വേ കൂടെയുള്ള ഒരു പോലീസുകാരൻ ജ്യോതിഷ് ദാത്താണ് തോന്നുന്നു പേര് പറഞ്ഞത്. അത് പുള്ളി വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതില് പണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു 10 ലക്ഷം രൂപ കടിയാക്കാൻ പറ്റുവാണെങ്കിൽ പുള്ളിയെ വിടാമെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ശേഷവും വിളിച്ചിരുന്നു. ആരെങ്കിലും ബന്ധുക്കൾ വരുമോ, എന്താ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ വരെ വരാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ നില വഷളായിട്ട് ഇരിക്കുകയാണെന്നും ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും ICUയിലാണെന്നും എന്നൊക്കെയാണ് പറഞ്ഞറിഞ്ഞത്. ഞാൻ അതിനകത്തൊന്നും റെസ്പോണ്ട് ചെയ്യാനില്ല. നമുക്ക് അങ്ങനെ റെസ്പോണ്ട് പറഞ്ഞുവിടാൻ അറിയാം. മീഡിയയിൽ നമുക്ക് ഫേസ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുവിടാൻ അറിയാമല്ലോ. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു മീഡിയ എടുത്ത് വാർത്ത കൊടുക്കാറുണ്ടെന്ന് അറിയാമല്ലോ. ഇടയാരോടെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ അറിയാമല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ അറിഞ്ഞു പറ്റൂലെന്ന് അറിയാം. ക്യാമറയ്ക്ക് മുമ്പിലായാലും അല്ലാതായാലും എന്നോട് വിരോധം തോന്നരുത്. സോറി. കണ്ടീഷൻ അങ്ങനെ തന്നെയല്ലേ ചേഞ്ച്. അരുൺരാജ് ഉള്ളത് എല്ലാ സപ്പോർട്ടും കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒന്നും പറയാറായിട്ടില്ല. ചെയ്ത ടെസ്റ്റുകൾ CT എടുത്തതും MRI എടുത്തതിനകത്തും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലെന്നാ പറഞ്ഞേ. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. അരുൺരാജ്, ഒരു ചെക്ക് കേസാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഈ കേസുമായി ബന്ധപ്പെട്ട് പെൻഡിംഗ് ആണ്. ഇതിനിടയിലാണ് ഒരു മനുഷ്യനെ 3 ദിവസം സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ച് പുറംലോകത്ത് ആരെയും അറിയിക്കാതെ അവിടെ തന്നെ ഇരുത്തി ഒടുക്കം വെന്റിലേറ്ററിലായപ്പോൾ മാത്രം മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 3 ദിവസം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഇന്ത്യൻ പൗരനെ ജയിലിനുള്ളിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? പോലീസിന്റെ വിശദീകരണം ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? സുഹേൽ, കാടത്തമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം പോലീസിന് ഏതൊരാളെയും ഏത് പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുക സ്വാഭാവികമാണ്. ആ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞാൽ കോടതി നിയമപ്രകാരം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിയമപ്രകാരം അടക്കം ആ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പാകെയോ ഹാജരാക്കുക എന്നുള്ളതാണ് നിയമപ്രകാരമുള്ള കീഴ്വഴക്കം, അല്ലെങ്കിൽ അതാണ് ചട്ടം. പക്ഷേ ഈ മനുഷ്യനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് കോട്ടയം നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ ആനന്ദ് ഭവനിൽ ഈ അഭിഭാഷകനൊപ്പം ഇരിക്കുമ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വരുന്നത്. തുടർന്ന് ഇയാളെ കണ്ണനല്ലൂരിൽ എത്തിക്കുന്നു. ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ അഭിഭാഷകനെയും സുഹൃത്തുക്കളെയും അടക്കം വിളിച്ചുകൊണ്ട് ഈ പരാതിക്കാരന് 10 ലക്ഷം രൂപ നൽകിയാൽ ഈ കേസിൽ ജാമ്യത്തിൽ വിടാം എന്ന് പോലീസുകാർ തന്നെ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് സംസാരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ് അഭിഭാഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതിനുശേഷം കണ്ണനല്ലൂർ സ്റ്റേഷനിൽ അയാൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ തുടർന്നു. അതായത് 24 മണിക്കൂർ കഴിഞ്ഞു. ഇതിനുശേഷം 3 മണിയോടെയാണ് ഇയാൾക്ക് ശാരീരിക പ്രശ്നം ഉണ്ടാവുകയും ഇയാൾ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ ഈ ഹോളി ക്രോസ് ആശുപത്രിയിൽ, കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ ഇയാൾക്ക് ബോധരഹിതനായിരുന്നു ഇയാളെന്ന് അവിടുത്തെ PRO തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇയാളുടെ ആരോഗ്യനില ഓരോ നിമിഷം കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. KP പുന്നൂസിന് ഇപ്പോൾ നിലവിൽ ഈ വെന്റിലേറ്ററിന്റെ പൂർണ്ണമായ സപ്പോർട്ടിലാണ് ജീവൻ നിലനിർത്തുന്നത് എന്നുകൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. 72,360 രൂപയ്ക്കധികം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിലായിട്ടുണ്ട്. ഇത് ആരടയ്ക്കുമെന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയങ്ങൾ നടത്തി. അവർക്കിടയിൽ പോലും ഇക്കാര്യത്തിൽ ഭിന്നതയുണ്ട്. കാരണം ഇത്ര ഭീമമായ തുക അടയ്ക്കാൻ പിരിവിടേണ്ട അവസ്ഥ
അവസ്ഥ വരെ വരും എന്നുള്ളതാണ് കണ്ണനല്ലൂർ പോലീസിന് മുമ്പിലുള്ള അവസ്ഥ. പക്ഷേ ഇതിൽ ആര് പിരിവിട്ട് നൽകും, അത് എന്തിന് നൽകണം എന്ന ചോദ്യം ചില ഉദ്യോഗസ്ഥർ പരസ്പരം ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്തായാലും ഇയാൾ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ പോലും അറിയാതെയാണ് ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചതെന്ന വിവരം കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഈ ഇടനിലക്കാരൻ, ഈ പരാതിക്കാരനുമായി ബന്ധപ്പെട്ട ഒരു സെറ്റിൽമെന്റിന് ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടത്തിയെന്ന സംശയം കൂടി ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും KP പൊന്നൂസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.